നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വില ഇനി എങ്ങോട്ട്? കഴിഞ്ഞ വാരത്തിൽ കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞത്. ജൂലൈ 23 ബഡ്ജറ്റ് ദിനത്തിൽ മാത്രം പവന് 2200 രൂപയുടെ ഇടിവാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത്. സ്വർണ്ണ ഇറക്കുമതി തിരുവയുടെ 9% കുറവ് വരുത്തിയതോടെ ഇതുവരെ 3560 രൂപയാണ് സംസ്ഥാനത്ത് വിപണിയിൽ കുറവ് നേരിട്ടത്. എന്നാൽ നികുതി കുറഞ്ഞത് ഇപ്പോൾ വിലയിൽ പ്രതിഫലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കാരണത്താൽ ഇനി പഴയതുപോലെ തന്നെ ആഗോള വിപണി വിലയും അന്താരാഷ്ട്ര വിപണി വിലയും അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തിന് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഈ വർഷം വരും മാസങ്ങളിൽ സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് വിദഗ്ധർ കാണിക്കുന്നത്. തങ്കവില 1 ഗ്രാമിന് 7100 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 22 കാരറ്റ് സ്വർണ്ണവില മാറ്റം രേഖപ്പെടുത്താതെ 1 ഗ്രാമിന് 6325 പവന് 50600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിപണിയിലെ അപ്ഡേറ്റ്സുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോൾഡ് പ്രൈസ് കേരള ടുഡേ.